സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പ്രവർത്തിക്കുന്നതിനെ ഇനി കോടതി വിധി വരുന്നത് വരെ മരവിപ്പിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡ് നിലവിലുള്ള വഖഫ് ബോർഡിനെതിരായി 4 ഹർജികൾ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു. 4 വ്യത്യസ്തമായ ഹർജികൾ. അപ്പോൾ അതിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾ നിലവിലുള്ള വഖഫ് ആക്ട്, ഉമ്മീദ് ആക്ട്, വഖഫ് ആക്ട് പ്രകാരമല്ല കേരളത്തിലെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും അതിനാൽ ഈ വഖഫ് ബോർഡിന് വാലിഡിറ്റി ഇല്ല, ഈ വഖഫ് ബോർഡിനെയും അതിൻ്റെ തീരുമാനങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജികൾ ഹൈക്കോടതി മുമ്പാകെ വന്നത്. അപ്പോൾ ആ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി ഇപ്രകാരം ബോർഡിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിനോട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ നിയമിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസ് വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ കോടതി മുമ്പാകെ പറഞ്ഞത്, നിയമാനുസൃതം ഈ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ, നിയമാനുസൃതം ഇത് പുനഃസംവിധാനം ചെയ്യാൻ, അതായത് ഹൈക്കോടതി കണ്ട കാര്യം വഖഫ് ബോർഡിൻ്റെ നോമിനേഷൻ നോംസ് പ്രകാരമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പം ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലേ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന്, ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഒരു സർക്കാർ വകുപ്പിലുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല ഗവൺമെൻറ് നൽകുകയാണ്. ഈ കേസ് 4 ഹർജികളുടെ വെളിച്ചത്തിൽ ഉണ്ടായതാണ്. വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ആ ഹർജികളിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.